അങ്ങനെ ഇന്ന് 4:30 ഞാൻ ഹാജരായിട്ടുണ്ട്. സോറി 4:30 അല്ല 5:30, 1 മണിക്കൂർ കുറച്ച് പറഞ്ഞ് ക്ഷമിക്കുക. എന്തായാലും വന്ന പാടെ തന്നെ എനിക്ക് ജോലികളുണ്ട്. തലേ ദിവസം തന്നെ ഞാൻ അരി എന്താ പറയുക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, മറ്റേ ഉള്ളിച്ചോറില്ലേ അതുണ്ടാക്കാനുള്ള പ്ലാനിലാണ് ചെയ്ത് വെച്ചത്. പക്ഷേ എൻ്റെ പ്ലാനെല്ലാം മാറി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ആ ചോറെല്ലാം ഒന്ന് ആവി കയറ്റിയെടുക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. എന്താ ദൈവത്തിൻ്റെ ഓരോ കളികളെന്ന് നോക്കണേ. ഇഡ്ഡലി ഞാൻ അത്രമേൽ വെറുത്തിരുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഇഡ്ഡലിയാണ് എനിക്ക് എന്താ പറയുക കംഫർട്ട് ഫുഡെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇഡ്ഡലിയാണ് എനിക്ക് ഈസി ഉണ്ടാക്കാൻ. ഇതങ്ങ് തട്ടി കയറ്റുക, ആവി കയറ്റുക, ഒരു ഇച്ചിരി ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ എൻ്റെ കെട്ടിയവൻ ഹാപ്പി. എനിക്കാണെങ്കിൽ ഇച്ചിരി പഞ്ചസാരയോ തലേ ദിവസത്തെ മീൻ കറിയോ ഒക്കെ മതി. എനിക്കങ്ങനെ ഇന്ന കറി വേണം എന്നൊന്നുമില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഡ്ഡലി സാമ്പാർ എന്നുള്ള സാമ്പാർ ചമ്മന്തി അങ്ങനെയുള്ളൊരു കോമ്പിനേഷനേക്കാളും എനിക്കിഷ്ടം മീൻ കറി ചിക്കൻ കറി അതൊക്കെയാണ്. അങ്ങനെ ചോറ് ഞാൻ ആവിയേറ്റാൻ വെച്ചു, ഇഡ്ഡലി ആവിയേറ്റാൻ വെച്ചു. മോര് കറിയാണ് ഇന്നത്തെ ഒഴിച്ചു കൂട്ടാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്തു, വായൊക്കെ നോക്കി. പക്ഷേ വായി നോക്കി വന്ന സമയത്ത് ദാണ്ടടാ എൻ്റെ ചാള മീൻ കരിഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കളയില്ലല്ലോ, നമ്മളത് കഴിക്കും. കരിഞ്ഞതാണെങ്കിലും കഴിക്കും. കാരണം ഇപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കഷ്ടപ്പാട് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ കഴിക്കും. കരിഞ്ഞാലും എന്താ പറയുക അടി പിടിച്ചാലും ഒന്നും ഒരു ഇതുമില്ല. കണ്ട അറ്റേ മൂലമൊക്കെ ഒന്നും ഇല്ല ഇതിന്, ഈ മീനിന്. കാരണം എല്ലാം അടി പിടിച്ച് പോയി. സാരമില്ല. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് ഞാൻ റെഡിയായി വന്നു. അപ്പോൾ ശരി, പണിക്ക് പോട്ടെ. ബായ്.